ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് മാരുതി സ്വിഫ്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. 2012 കാലഘട്ടത്തിൽ ഇറങ്ങിയൊരു വണ്ടിയായിരുന്നു. വണ്ടി ഒരു പേൾ വൈറ്റ് കളറായിരുന്നു. വണ്ടി ഓൾറെഡി ടൈപ്പ് 2 മോഡൽ വണ്ടിയായിരുന്നു. 2012 കാലഘട്ടത്തിൽ ഇറങ്ങിയ വണ്ടി എന്ന് പറയുമ്പോൾ ടൈപ്പ് 2. 2014 കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു ചെറിയൊരു മോഡൽ ചേഞ്ച്, ബമ്പർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഡിഫറൻസ് വന്നിരുന്നു. അപ്പോൾ അതിലേക്ക് വണ്ടി കൺവേർട്ട് ചെയ്യാൻ വേണം. അതേപോലെ തന്നെ ഫുള്ളായിട്ട് പെയിൻറ്റിങ് കംപ്ലൈൻറ്റ്, കാര്യങ്ങൾ പാച്ച് വർക്ക് കംപ്ലൈൻറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാണ് ഒരു വണ്ടിയാണ്. ഈ ഒരു വണ്ടിയുടെ നമ്മൾ ഫസ്റ്റ് പ്രൈമറി എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ബമ്പർ എന്തായാലും റീപ്ലേസ് ചെയ്യണം, കാരണം കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിലെ ബമ്പർ റീപ്ലേസ് ചെയ്യണം. അതേപോലെ തന്നെ ഒരു റണ്ണിംഗ് ബോർഡ് റീപ്ലേസ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ എസ്റ്റിമേറ്റ് എടുത്തു. പിന്നെ ബാക്കിൽ ഡിക്കി നോക്കണമെങ്കിൽ എന്തെങ്കിലും കണ്ടാലും അറിയാം, ഫുൾ പാച്ചാണ്. അപ്പോൾ നമ്മൾ അതുമ്മ ഇനി പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു വെൽ ഫിനിഷിങ് ആവില്ല. പിന്നെ ഈ ഒരു കസ്റ്റമർ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും കുറേ കാലം ആ വണ്ടി യൂസ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളത് പാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആവില്ല എന്ന് കസ്റ്റമറോട് പറഞ്ഞു. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു കുഴപ്പമില്ല, മാറ്റിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫ്രണ്ട് ബമ്പർ, ഫ്രണ്ട് ഹെഡ്ലൈറ്റ്, ബാക്കിലെ ബമ്പർ, അതേപോലെ ബാക്കിലെ ഡിക്കി, വെതർ സ്ട്രിപ്പ്, ഫെൻഡർ ലൈനിങ്, മഡ് ഫ്ലാപ്പ് തുടങ്ങിയ സാധനങ്ങളെല്ലാം റീപ്ലേസ് ചെയ്യാൻ ഒരു പ്രൈമറി എസ്റ്റിമേറ്റ് എടുത്തു. ഏകദേശം 25 രൂപ എടുത്ത് പ്രൈമറി എസ്റ്റിമേറ്റിൽ പാർട്സിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ വന്നു. പ്ലസ് നമുക്കൊരു സ്വിഫ്റ്റ് പെയിൻറ്റിങ് ചെയ്യാനായിട്ട് 30,000 രൂപയാണ് വരുന്നത്. അപ്പോൾ അതും കൂടി ആഡായി. പിന്നെ വണ്ടി പാച്ച് വർക്കിൻ്റെ കാര്യം റണ്ണിംഗ് ബോർഡ് ചേഞ്ച് ചെയ്യാനാണ് നമ്മൾ ഫസ്റ്റത്തെ ഒരു എസ്റ്റിമേറ്റിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ വർക്കും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ റണ്ണിംഗ് ബോർഡ് അങ്ങനെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഒരു പീസ് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വൺ സൈഡ് ഒരു ഹോളുമാതിരിയുള്ള ഒരു ഡീപ്പ് ഹോൾ ഉണ്ടായിരുന്നു റസ്റ്റ് വന്നിട്ട്. പിന്നെ മുന്നങ്ങാണ്ടും വണ്ടി എവിടെയോ കുത്തിയിട്ടുള്ള ഒരു ഹോളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമ്മളവിടെ ഒരു പീസ് വെച്ച് വെൽഡ് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തു. അങ്ങനെ റണ്ണിംഗ് ബോർഡ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് ഒരു എസ്റ്റിമേറ്റിലെത്തി. അങ്ങനെ വണ്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മുടെ ഗാരേജിൽ മറ്റൊരു സ്വിഫ്റ്റ് ഇവിടെ ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. ഇതൊരു ടൈപ്പ് 2 മോഡൽ സ്വിഫ്റ്റ് ആയിരുന്നു. ടൈപ്പ് 2 മോഡലിനെ നമ്മൾ ടൈപ്പ് 3 മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തു. അതായത് ഈ ഒരു മോഡലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. അത് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഹെഡ്ലൈറ്റ് നമ്മളുടെ ഡിസൈറിന് പറഞ്ഞ ഡാർക്ക് എഡീഷനിലുള്ളൊരു ഹെഡ്ലൈറ്റ് ഉണ്ടല്ലോ, ഇന്നറിൽ ഡാർക്കും അതേപോലെ തന്നെ ക്രോം ഫിനിഷിങ്ങിൽ പറഞ്ഞ ഒരു ഹെഡ്ലൈറ്റ് നമ്മളിതിൽ ആഡ് ചെയ്തു. ഫ്രണ്ടിലെ ബമ്പർ റീപ്ലേസ് ഉണ്ടായിരുന്നു. ഈ ഒരു മോഡൽ പഴയ മോഡലിൽ നിന്ന് ഈ ഒരു മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തു. അതേപോലെ തന്നെ ബാക്കിലെ ഡിക്കി നല്ല റെസ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ റീപ്ലേസ് ചെയ്തു. ഏകദേശം ഒരു 69 രൂപ ടോട്ടൽ ബില്ല് നമ്മൾ ഈ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. 69,000 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ഹാച്ച് ബാക്ക് ടൈപ്പ് ഒരു വാഹനം നമ്മളിപ്പോൾ ഷോറൂമിൽ വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും ഒരു 7 ലക്ഷം രൂപ 8 ലക്ഷം രൂപ ആ റേഞ്ചാണ് വരുന്നത്. പക്ഷെ നിങ്ങളിലുള്ള വണ്ടി ഓക്കെ ആണ്, വേറെ കംപ്ലൈൻ്റ് ഇല്ല, എൻജിൻ കാര്യങ്ങളൊന്നും ഓക്കെ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലൊക്കെ റീസ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യണത് നല്ലൊരു ഓപ്ഷനായിട്ടാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പിന്നെ ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണല്ലോ.
ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു കസ്റ്റമർ ഈ 69 രൂപ മുടക്കിയാലും ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്ന ഡിക്കി മേജർ റസ്റ്റ് ഇഷ്യൂസ് ആയിരുന്നു. അപ്പോൾ ഡിക്കി അത് പൂർണ്ണമായി റീപ്ലേസ് ചെയ്തു. നമ്മൾ പാച്ച് ചെയ്യാനൊന്നും നിന്നില്ല. നമ്മുടെ ഇതിൻ്റെ ഡിക്കി ഏകദേശം ഒരു 6000 രൂപ 7000 രൂപയ്ക്ക് ഡിക്കി പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് റീപ്ലേസ് ചെയ്തു. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഫെയ്ഡ് ആയിരുന്നു. അപ്പോൾ ഹെഡ്ലൈറ്റും കാര്യങ്ങൾ റീപ്ലേസ് ചെയ്തു, ബമ്പർ റീപ്ലേസ് ചെയ്തു, വെതർ സ്ട്രിപ്പ്, ഫെൻഡർ ലൈനിങ്, മഡ് ഫ്ലാപ്പ് കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്ത് പേൾ വൈറ്റിലേക്കാണ് നമ്മൾ ഈ ഒരു വണ്ടി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. നിലവിലുള്ള പേൾ വൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡിലുള്ള ഒരു പേൾ വൈറ്റ് ആയിരുന്നു. അതിന് വ്യത്യാസമായിട്ട് ഇത്തിരി ലൈറ്റുള്ള നല്ല പേൾ വൈറ്റ്, പുതിയ പേൾ വൈറ്റ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഒരു 2.5 മാസത്തിൻ്റെ അടുത്ത് ടൈം വന്നു നമുക്ക് ഈ ഒരു വർക്ക് ഫുള്ളായിട്ട് ചെയ്യാനായിട്ട്. റണ്ണം ബോർഡിൻ്റെ അവിടെയൊക്കെ ചെറിയ ചെറിയ പാച്ച് വർക്കുകൾ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പാച്ച് വർക്കുകൾ ഏകദേശം ഒരു 5500 അടുത്ത് പാച്ച് വർക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു വണ്ടിയാണ്. പിന്നെ അതിൽ ഇൻറ്റീരിയൽ സീറ്റ് വർക്കും കാര്യങ്ങളൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഔട്ടർ ബോഡിയാണ് ഈ ഒരു വണ്ടിയുടെ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ചെയ്താണ്. നമ്മളിപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. ഇനിയിപ്പോൾ ഈ വണ്ടിക്ക് എന്തെങ്കിലും മെക്കാനിക്കൽ സെക്ഷൻ വർക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ 2012-13 ആയിരിക്കും ഈ ഒരു വണ്ടിയുടെ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വർഷം പഴക്കമുള്ള വണ്ടി ആയതുകൊണ്ട് എന്തെങ്കിലും മെക്കാനിക്കൽ വർക്ക് അതും കൂടി തീർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വന്നാലും ഒരു ഫാമിലി യൂസിന്, ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് ഈ ഒരു സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. എനിക്കും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. പക്ഷേ എനിക്ക് ഡീസലാണ് ഇഷ്ടം, ഒരു പെട്രോൾ വണ്ടിയാണ് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയും കൂടിയാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വണ്ടി ഞങ്ങളിത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ ഫൈനൽ ഷോട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണാം. എൻ്റെ ഇടയിൽ കുറച്ച് ഫിറ്റിങ്സുകളുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് തീരട്ടെ കേട്ടോ.